കോഴിയെ എങ്ങനെ ചുട്ട് തിന്നാം? ഒരു കോഴിയെ ചുട്ട് തിന്നുന്നതിന് ലോകത്ത് വിവിധ തരം മാർഗങ്ങളുണ്ട്. അതിലൊരു മാർഗമാണ് നമ്മൾ ഇവിടെ, അതിലൊരു ഐഡിയയാണ് നമ്മൾ ഇപ്പോ ഇവിടെ കാണാൻ പോകുന്നത്. അതിൽ കോഴിയെ പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യുന്നത്. അതിന് ഏറ്റവും എളുപ്പമായ, ലോകത്ത് സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മാർഗം ഇപ്പൊ ഞങ്ങൾ പരിചയപ്പെടുത്താം. രാജാ ശബരി ഓടി വേടാ, ദോണ്ടാ ഒരു കോഴി ഓടി രക്ഷപ്പെട്ടാ, പിടിയടാ. Não corre não, porra! Dá isso aqui. Ai, cabeção! Seu viado! അങ്ങനെ കോഴിയെ പിടിച്ചു. ഇനി ആ കോഴിയെ നന്നായി വൃത്തിയാക്കി വരഞ്ഞ് നന്നായി മസാലയൊക്കെ ചേർക്കുക. ഇങ്ങനെ മസാല നന്നായി ചേർക്കുന്നത് കോഴിക്ക് നല്ല രസം വരും. പ്രത്യേകിച്ച് ഇത് കണ്ടോ, ഇങ്ങനെ മസാല പരത്തിയാൽ കിടന്നൊരു സാധനത്തെ അടിച്ചോണ്ടിരിക്കും. നന്നായി മസാല പുരട്ടിയ കോഴിയെ ഒരു അരമണിക്കൂർ വെക്കുന്നത് മസാല നന്നായിട്ട് പിടിക്കുന്നതിന് വളരെ നല്ലതാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വോഡ്ക സിറിഞ്ചിലെടുത്ത് ഈ കോഴിക്കകത്തേക്ക് നന്നായി ഇഞ്ചക്ട് ചെയ്യുന്നത്, പരമാവധി മാക്സിമം എത്ര ഇഞ്ചക്ട് ചെയ്യാൻ പറ്റുന്നോ അത്രയും മാക്സിമം നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ബാക്കി വരുന്ന വോഡ്ക ഇടവേളകൾ ആനന്ദകരമാക്കുന്നതിന് വളരെ നല്ലതാണ്. അത് തന്നെ. ഇപ്പോൾ കോഴി ചുടാൻ തയ്യാറായി കഴിഞ്ഞു. ഇനി എവിടുന്നെങ്കിലും ഒരു കഷ്ണം കമ്പി സംഘടിപ്പിച്ച് ഈ കോഴി കഷ്ണം അതേ കോർത്ത് തീയിലിട്ട് നന്നായിട്ട് ചുട്ടെടുക്കുക. ചെറിയ കമ്പി എന്ത് തിരിച്ചേക്കോളൂ. പന്നി കിടന്ന് തിരിയണ കണ്ടില്ലേ?
ഞാൻ മുയലിടണം. മുള്ളംപന്നിയുടെ മുയലിടണം. മുയല് മാറ്റി വെച്ചിട്ടില്ലേ? മാറ്റി വെച്ചിട്ടുണ്ട്. മയില് മാറ്റി വെക്കുമ്പോ പന്നിനെ കൊല്ലംപ്പെട്ട പാട് പണ്ടാരം. ആ തോക്കിൽ ഉണ്ടാവുണ്ടെന്ന് അറിഞ്ഞു വെച്ചേ. വീഡിയോ നമുക്ക് വിപിൻ അയച്ചു കൊടുക്കണം കേട്ടോ. വിളിച്ചാടാ? കാണുകയും ചെയ്യട്ടോ. വിളിച്ചാ? ദുബൈയിലെത്തി. അവൻ ദുബൈയിലെത്തി. അയ്യോ ഷാന് വിളിച്ചില്ല. കാല് കണ്ടാ അറിയാം മുയലിന്റെ. അവിടെ എണ്ണ വേണം. മേളിടാ, എണ്ണ കളയാതെ. കളയോ മൊത്തം പോയി. ഇവിടെ വെച്ചോ, ഇവിടെ വെച്ചാ മതി. കറക്റ്റ്. നോക്ക് ഈ നിങ്ങൾ നോക്കണ്ട. നോക്ക് അത് തീക്കട്ട പോലെ. വേറെ ഈ തീ കത്തണുണ്ട, ലാവയൊക്കെ വന്ന് പെട്ട പോലെ ഉണ്ട് അല്ലേ? എന്നെ താഴെ പോയപ്പോഴേ ആ തീ കത്തണുണ്ട. വീട്ടിലായിരിക്കും കേട്ടത്. ശബരിച്ചില്ല ചോദിച്ചു ഇവിടെ വെച്ച്. എവിടെ മുകളില? ഈ അധികമായ ഈ ഒരു 6-5 കഷ്ണം ഉണ്ടെങ്കിൽ നമ്മൾ മൊത്തം വേവിച്ച് പഠിച്ചിട്ടാ. 2-3 കഷ്ണം ഉണ്ടെങ്കിലേ. റമ്മ വേണോ? റമ്മ വേണ്ട, ഇപ്പൊ തന്നെ നല്ല രസമുണ്ട്. റമ്മ എന്തിനാ? എടെ മെയിൻ സോഴ്സ് പോയി. ഭയങ്കര സംഭവമാണ്. കോഴ്സില്ലാതെ പറ്റില്ല. നല്ല റേറ്റിംഗ് സംഭവം നല്ല സംഭവം കേട്ടാ. നോക്ക് കറക്ക് സാധനം കറക്ക്. അയ്യോ പൊക്കല്ലേ. അങ്ങനെ ബാറ്ററി ലോ. കോഴിയുടെ പുറം നന്നായി കരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കോഴീനെ അതുപോലെ പുറത്തെടുത്ത് നന്നായി വാട്ടിയ വാഴയിലയുടെ മേലേക്ക് ഈ കോഴി അങ്ങനെ എടുത്തു വെക്കാം. നന്നായിട്ട് കരിഞ്ഞു കേട്ടോ. എടുക്കുമ്പോ തന്നെ വേറൊരു സാധനം വെച്ച് ആ കപ്പ അതിന്റെ മേലെ വെച്ച്. വീഡിയോ എടുത്തോ. അവിടെ തീന്ന് കാണിച്ചു. തീന്നെ കണ്ടിന്യൂറ്റി ഉണ്ടോ? കണ്ടിന്യൂറ്റി ഉണ്ട് ഇവിടെ. വന്നോളൂ കൊണ്ടുവന്നോളൂ. ഇത് കുത്തി ഇറക്കിക്കോളെ. പിടിക്കണ്ടേ? ഡെലിഷ്യസ് ചിക്കൻ മുഗളായി. ചിക്കൻ മത്തായി. ഈ വിഭവത്തിന് കഴിക്കാൻ നേരത്തുള്ള ആക്രാന്തം ദാ ഈ കാണുന്ന പോലെ സ്വാഭാവികമാണ്. നാളിയാ കിടുകാളിയാ. സൂപ്പർ സാധനം. ഒന്നും കൂടെ കേട്ടോ നമുക്ക് പുറത്ത് കഴിച്ചിട്ടേ. താഴെ പിടിച്ചോട്. എനിക്ക് മാത്രമേ ഒരു സംശയമുള്ളൂ.